CPM-ന്റെ സംസ്ഥാന സമിതി അംഗമായിരുന്ന കുട്ടം വലിക്കുന്നു ഇപ്പം പറയുന്നു ഞാൻ CPM അല്ല, ഒരു മനുഷ്യനാണ്. അതിന് ശരിക്കും ആരാ കാരണക്കാരൻ? അതിന് കാരണം പിന്നെ ഏതെങ്കിലും ഒരു വ്യക്തിയല്ല. അതിന് കാരണം നമ്മൾ ഓരോ മനുഷ്യനും ഓരോ ദിനം കഴിയും തോറും നിങ്ങൾ കൂടുതൽ നമ്മൾ ചിന്തിക്കുകയും യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യും. ഈ യാഥാർത്ഥ്യം ഇന്നിപ്പം EMS ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്. ഞാൻ പല ദിവസവും EMSനെ സ്വപ്നത്തെ കണ്ടിട്ടുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ EMSനോട് തീർക്കേണ്ട 2 സംശയം എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ മുമ്പിലുണ്ട്. അത് നെഹ്റുയിസം എന്ന് പറഞ്ഞിട്ട് നെഹ്റുവിനെ വിമർശിച്ച് പഠിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള EMSൻ്റെ ഒരു ബുക്കുണ്ട്. ഗാന്ധിയെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു ബുക്കുണ്ട്. അപ്പോൾ ഈ 2 ബുക്കിലെയും കൺക്ലൂഷൻ, നെഹ്റു കോൺഗ്രസിൻ്റെ നേതാവായതുകൊണ്ടാണ് ഇത് കോൺഗ്രസിൻ്റെ ഇന്ത്യൻ കുത്തകകളുടെയും നയങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ബൂർഷാ പാർട്ടി നേതാവായതുകൊണ്ടാണ് പിന്നെ അദ്ദേഹം ഈ തെറ്റുകൾ ചെയ്തത്, അല്ലെങ്കിൽ അങ്ങനെയാണ് അദ്ദേഹത്തെ കണ്ടതെന്നാണ് ആ ബുക്ക്. അത് ശരിയാണോ എന്ന് എനിക്ക് EMSനോട് ഇനി ചോദിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ഗാന്ധിജി അദ്ദേഹം ഈ ആത്മീയ നേതാവായിരുന്നെങ്കിലും അദ്ദേഹം ഈ ഏറ്റവും വലിയ മതവിശ്വാസിയായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു നെഗറ്റീവ് പോയിൻ്റായിട്ട് EMS ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ ഗാന്ധിജിയെ ലോകത്ത് തന്നെ ഇപ്പം ഇദ്ദേഹം നമ്മളുടെ അല്ലല്ല നമ്മൾ ലോകശാസ്ത്രജ്ഞനില്ലേ ഐൻസ്റ്റീൻ, അതായത് കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മൾക്കിടയിൽ ഗാന്ധിജിയെപ്പോലെയുള്ള ഒരു മനുഷ്യൻ, ചോരയും നീരുള്ളൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്ന് ആളുകൾ വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചരിത്രത്തിലുണ്ട്. പിന്നെ അതൊക്കെ അത് അവിടെ വരുമ്പോഴേക്ക് ഈ ചരിത്രത്തെ നമ്മൾ വിസ്മരിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഭരണവും നമ്മളുണ്ടാക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ വഴിയുമാണ് അതൊരു പുതിയ ചരിത്ര രചനയാണ് എന്ന് വിചാരിക്കുന്നതാണ് തെറ്റ്. അത് ഏകാധിപതികൾ വിചാരിക്കും. എനിക്കോ? നോ, അങ്ങനെയാണെങ്കിൽ ഇപ്പം CPM എന്നല്ല, ഈ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നൊക്കെ തന്നെയും ഇവിടെ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ എൻ്റെ പിറകെ വന്നിട്ടുണ്ട്. പലരും വന്നിട്ടുണ്ട്. അവർ വരാൻ വേണ്ടി വീട്ടിൽ വന്നു പോയവരുണ്ട്. ഇവിടെ വന്നു പോയ ഒരാളാണ് എൻ്റെ ഏറ്റവും ഇഷ്ടക്കാരനായിരുന്ന MV രാഘവൻ. ഇവിടെ അപ്പോൾ ഞാനില്ലായിരുന്നു, ഭാര്യയോട് പറഞ്ഞു അവനോട് അങ്ങ് തിരുവനന്തപുരത്ത് വരാൻ പറയുന്നു. മനസ്സിലായോ? അപ്പോൾ ഗൗരിയമ്മ ആളെ അയച്ചിട്ടുണ്ട് ഇവിടെ. ഗൗരിയമ്മയ്ക്ക് എൻ്റെ മകളുടെ വിവാഹത്തിന് അവരുടെ വരൻ്റെ കുടുംബം അവരെ ക്ഷണിക്കാൻ ചെന്ന്. അപ്പോൾ ഇവരിങ്ങനെ അത്ഭുതപ്പെട്ട് അവരോട് പറഞ്ഞു, ഇയാൾ നമ്പൂരിയല്ലേ, മിസ്റ്റർ വിവാഹമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ എൻ്റെ പാർട്ടിയിൽ ഉള്ള ആൾക്കാർക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മളാ ഒരു ജാതി മറ്റേ ഇതിൻ്റെ ഇതിൽ ഒരുപാട് പത്രങ്ങൾ തന്നെ ക്ഷണിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് നമ്മൾ പോകാതിരുന്നത് എനിക്കിനി ഏതെങ്കിലും ഒരു പഞ്ചായത്ത് മെമ്പറോ MLAയോ വേറെ എവിടെയാണ്. എൻ്റെ വയസ്സ് എത്രയാണെന്നറിയോ? പിണറായി വിജയനേക്കാളും പിന്നെ 4-5 മാസത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ ഞങ്ങൾ തമ്മിൽ. അങ്ങനെ ലൈഫിൽ എനിക്കിനി എന്ത് സ്ഥാനം മീഡിയ അക്കാദമീൻ്റെ ചെയർമാനാവുമെന്ന് വിചാരിച്ചിട്ടാണ് എന്നെ പാർട്ടിയിൽ നിന്ന് നീക്കിയതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നോട് തോമസ് ജേക്കബ്. അവരാദ്യം ധരിച്ചാൽ അങ്ങനെയാണ്. ഈ മീഡിയ അക്കാദമിയിൽ അന്ന് പ്രസ് അക്കാദമിയുള്ള അതിൻ്റെ ചെയർമാനാക്കേണ്ടി വരും എന്ന് വിചാരിച്ചിട്ട് ആണ് ഇതിന്ന് പുറത്താക്കി. തിരിച്ച് പാർട്ടിയിലേക്ക് പോകണമെന്ന് തോന്നിയിട്ടുണ്ട്. ഏത് പാർട്ടിയിലേക്കെന്ന്?
അങ്ങനെ പാർട്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പറയണം. ഇവിടെ നമ്മളെ മുമ്പ് പാർട്ടി എന്ന് ഇപ്പോൾ പറഞ്ഞാൽ BJP ആണ് ഇന്ത്യയിലെ പാർട്ടി. മറ്റത് പറയുമ്പോൾ നിങ്ങൾ പണ്ടെന്നത്തെയോ ഒരു കാര്യം വെച്ചിട്ടാണ് ഇത് പറയുന്നത്. പിന്നെ അപ്പം ഈ പിന്നെ CPM എന്ന് പറയുന്ന പാർട്ടിക്കകത്തുള്ള ആശയഗതിക്കാരെന്ന് പറയുന്നത് പിന്നെ അൻവറിനെ പിന്നെ BJPയുടെ RSSന്റെ ആളുകളൊക്കെ ഈ പാർട്ടിയിലുണ്ട്. ഇപ്പോൾ അവരൊക്കെ കൂടെ നമ്മൾ പോകാൻ പറ്റും. അതല്ല, എന്തിനു ഒരു പാർട്ടി പോകണം? എന്തിനാ ഈ പാർട്ടിയുടെ ആവശ്യം? ഞാനൊരു 3-4 വർഷം ഒരു മൗനം ദീക്ഷിച്ചിട്ടുള്ളത് ചില അനിവാര്യമായ സാഹചര്യങ്ങളുടെ ഭാഗമായിട്ടുണ്ടായതാണ്. ഈ രാഷ്ട്രീയം ഇതിന് ഒരു പാർട്ടി വേണ്ട എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പ്രഭാകരൻ്റെ ഈ പുസ്തകം. അത് വായിച്ചിട്ടില്ല, ഒന്ന് വായിക്കണം.